യു ഹാവ് നോ റൈറ്റ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണോ നേരിടേണ്ടത്? അങ്ങനെയാണോ പ്രതിപക്ഷത്തെ നേരിടേണ്ടത്? എന്ത് പറ്റി രമണ? വോട്ടടാ സാരമില്ല. പ്രതിപക്ഷ നേതാവ് എന്തോ പറയാൻ ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ നേരിടേണ്ടത് ഇങ്ങനെയല്ലോ. അതെ, നീ പറഞ്ഞത് എനിക്ക് കുറച്ച് ഫീലിംഗ് ആയിട്ടുണ്ട്. യു ഹാവ് നോ റൈറ്റ്. ഇംഗ്ലീഷ് അറിയോ? എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ മിണ്ടാതിരിടാ. യു ഹാവ് നോ റൈറ്റ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണോ നേരിടേണ്ടത്? അങ്ങനെയാണോ പ്രതിപക്ഷത്തെ നേരിടേണ്ടത്? അങ്ങനെയാണോ പ്രതിപക്ഷത്തോട് സംസാരിക്കേണ്ടത്? കേക്കോ, അങ്ങ് ശാന്തമായി കേക്കോ. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്, ഞാൻ കൊണ്ടിട്ടേ പോകും. അങ്ങ് 10 വർഷക്കാലം ഈ സംസ്ഥാനം ഭരിച്ച മുഖ്യമന്ത്രിയായിരുന്നു. നീ അങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങയുടെ ഗവൺമെന്റ് നയം അവസാനമായി പറയാനുള്ള അധികാരം അങ്ങേക്ക് തന്നെയായിരുന്നു. തീർച്ചയായും. അതുപോലെ തന്നെ ഈ ഗവൺമെന്റിന്റെ നയം എന്താണ് എന്ന് ഈ സഭയെ അറിയിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. അപ്പൊ ദയവായിട്ട് അങ്ങ് ഇതിനോട് സഹകരിക്കും. ഓവർ സ്മാർട്ട് ആവുന്നൊന്നല്ല, ഗതികേട് കൊണ്ടാ. വിയോജിപ്പുണ്ടാകാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വിയോജിപ്പുണ്ടെങ്കിൽ അപ്പപ്പോ നമ്മളൊരു വാഗ്വാദം നടത്തി അതിന്റെ പേരിൽ ഒരു ഡിബേറ്റ് നടത്തി പോകല്ല. അദ്ദേഹം ആ നയം വിശദീകരിക്കട്ടെ. ആ നയത്തോട് എന്ത് കാരണത്താൽ വിയോജിപ്പുണ്ട് എന്ന് പറയാൻ പിന്നീട് സമയമുണ്ടല്ലോ. ഒറ്റ ഒരുത്തം കാരണം മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്ന എനിക്ക് മനസമാധാനത്തോടെ വഴി നടക്കാൻ പറ്റാണ്ടായി. എന്തിനാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണേ? അതുകൊണ്ട് ദയവായിട്ട് മുഖ്യമന്ത്രി ആ നയം എന്താണ് എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു അവകാശം നമ്മൾ തടയുന്നത്. നയം വിശദമാക്കുന്നതിനൊന്നും വിശദീകരിക്കട്ടെ. സർ നയം വിശദമാക്കുന്നതിനൊന്നും ഞങ്ങൾ എതിരല്ല. എടാ, ഈ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളൊക്കെ എന്തിനാന്നാ ചോദിച്ചത്? അതൊരു അന്തസ്സിന് വേണ്ടി പറയുന്നതാ. ഏത് ഗവൺമെന്റും ആ ഗവൺമെന്റ് നയം വിശദമാക്കണല്ലോ. അത് മുഖ്യമന്ത്രി തന്നെയാണല്ലോ സംസാരിക്കേണ്ടത്. അതിനെയൊന്നും ഞങ്ങൾ തടസ്സപ്പെടുന്നില്ല. എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? മനുഷ്യനാണ്, കുറച്ചൊക്കെ വിവരം വേണം. ഇവിടെ അദ്ദേഹം കേരളം എത്തിച്ചേർന്ന ഒരു സ്ഥിതി വിശേഷത്തെ പറ്റി പറഞ്ഞു. അതാണ് ബഹുമാനപ്പെട്ട ബാലഗോപാൽ ചോദ്യം ചെയ്തത്. അത് CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാനാണ് ശ്രമിച്ചത്. അത് പറയാനാണ് അദ്ദേഹം നോക്കിയത്. എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ പറ. ആ കാര്യത്തിൽ അദ്ദേഹം വഴങ്ങാന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് യു ഹാവ് നോ റൈറ്റ് എന്നാണ്. അങ്ങനെയാണ് ഒരു സമീപനം സ്വീകരിക്കേണ്ടത്. അതാണ് പ്രശ്നം. അദ്ദേഹം പറഞ്ഞത് ഞാൻ വെർബാറ്റം ഞാൻ പറയാം. യു ഡോണ്ട് ഹാവ് എനി റൈറ്റ് ടു ഇന്ററപ്റ്റ്. എന്താ ഷൈട്ട് പറഞ്ഞ ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണം എന്നേ പറഞ്ഞുള്ളൂ. ഇന്ററപ്റ്റ് ചെയ്യാൻ കേക്കോ അദ്ദേഹത്തിന് 90 മിനിറ്റ് ആ ഗവൺമെന്റിനുള്ള ആ 90 മിനിറ്റിനകത്ത് നിന്ന് അദ്ദേഹം സംസാരിക്കുകയാണ്. യു ഹാവ് നോ റൈറ്റ് ടു ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യുന്നതിന് അവകാശമില്ല എന്നല്ലേ പറഞ്ഞത്. ശരിക്കും ജമ്മിയല്ലേ? പൊട്ടനായിരുന്നു ഞാൻ.